ഇടിച്ചക്ക മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ഒരു ഇടിച്ചക്ക എടുത്ത് വേരിലാണ് വന്ന് കിടക്കുന്നത്. കണ്ട ഇത്രയും താഴെ ഇതുപോലെ കഷ്ണങ്ങളാക്കുക. ചക്ക ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഈ കട്ടിയുള്ള സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ മുള്ളിൻ്റെ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചക്ക കഷ്ണങ്ങളായിട്ട് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി എടുക്കാം. ചക്ക നന്നായിട്ട് കഴുകണം. 2-3 തവണ കഴുകിയ ശേഷം ഇത് വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചക്ക വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി കുക്കർ വെച്ച് കൊടുക്കാം വേവിക്കാനായിട്ട്. ചക്ക വേവിച്ചെടുക്കാനുള്ള വിസിൽ അത് ഓരോ ചക്കകൾ കുറേ ടൈം എടുക്കും വേകാൻ. ചില ചക്കകൾ പെട്ടെന്ന് വേകും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചക്ക വേവിച്ചെടുക്കാൻ. ഇനി ഇടിച്ചക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അത് ഇവിടെ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില എന്നീ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ചുവന്നുള്ളി ഇടണം. അതുപോലെ വെളുത്തുള്ളിയും വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് ഈ തോലോടെ കൂടെ തന്നെ ചതച്ചാലാണ് നല്ല മണം ഉണ്ടാകുക. ചുവന്നുള്ളി ഇത്രയും എടുക്കണം, എങ്കിലേ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ചക്കയെല്ലാം ഇവിടെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞു. അതാണ് ചില ചക്കകൾ പെട്ടെന്ന് ഉടയും. ഇതുണ്ട്. ഇതിന് തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേവിക്കുമ്പോൾ ചക്കയുടെ വേവ് അനുസരിച്ച് വേണം വിസിൽ വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്തിരി അധികം വെന്ത് തുടങ്ങി. ചൂടാറിയ ശേഷം കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചു കൊടുക്കാം. ഇത് ഇടിച്ചക്ക പരുവത്തിൽ നിന്നും കുറച്ച് കൂടുതലായിട്ടുണ്ട് മൂപ്പ്. ഇത്രയും മൂക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കുരുവ് ഇതുണ്ടോ ഇത്രയും വലുതായി. ഇതൊന്നും വെച്ച് കുറച്ച് മൂപ്പ് കുറവുള്ള ചക്ക വേണം തിരഞ്ഞെടുക്കാനായിട്ട്. വറ്റൽമുളക് പൊടിക്കാനായിട്ട് വെളുത്തുള്ളി കൂടി ചതച്ച് കൊടുക്കാം.
വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനുള്ള ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഈ കളറായത് ഈ മുളക് പൊടിച്ചത് കൊണ്ടാണിത് കളർ മാറി ചുവപ്പ് കളറായിരിക്കുന്നത്. കടുക് പൊട്ടിക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം. എണ്ണ കൂടുതൽ തിളച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തീ വളരെ സ്ലോവിൽ വെച്ച് എണ്ണയൊന്ന് ചൂട് കുറഞ്ഞ ശേഷം വേണം വറ്റൽമുളക് കൊട്ടിയിട്ട് അത് പതുക്കെ മൂപ്പിച്ചെടുത്തിട്ട് വേണം ഈ വെളുത്തുള്ളി ചതച്ചത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വെച്ച് ഈ ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാനിത് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കും. കാരണം നേരത്തെ ഇട്ട ഉപ്പെല്ലാം വെള്ളം ഊറ്റിയപ്പോൾ അതിലൂടെ പോയിട്ട് ഉണ്ട്. അതാണത് ഇപ്പോൾ ഇതിൽ ഉപ്പില്ലാത്തത്. അപ്പോൾ ഈ സമയത്താണ് ഇത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.